ഗുഡ് മോർണിംഗ്. വചനം വായിക്കുമ്പോൾ അത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വേണം നമ്മൾ വായിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു കർത്താവ് ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ പിടികിട്ടത്തുള്ളൂ. അപ്പോൾ വീണ്ടും വായിക്കണം. നമ്മൾ വായിച്ച് കഴിഞ്ഞ ദിവസം വായിച്ച ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിലാണ് വായിച്ചത്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ലതായി കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ അധികം ആഗ്രഹത്തോടെ പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് പരിശുദ്ധാത്മ ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൂടുതലെന്ന്. അങ്ങനല്ല. പിതാവിൻ്റെ യേശുവിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നേടണമെന്ന് നമ്മളെക്കാളും അധികം ആഗ്രഹം. കാരണം അതുകൂടാതെ നമുക്ക് പറ്റത്തില്ലെന്നുള്ളത് അവർക്കറിയാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവനെ ഒരു നല്ല പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നോ എഞ്ചിനീയർ ആക്കണമെന്നോ നമുക്കായിരിക്കും കൂടുതൽ ആഗ്രഹം. വലുതായി വരുമ്പോൾ അവന് ആഗ്രഹമില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ അവൻ്റെ വായിൽ നിന്ന് അപ്പം നമ്മൾ അവനെ ഒരു ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ട് വരുന്നു. അവന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് അവൻ പറയാം, അപ്പോൾ എനിക്ക് ഡോക്ടറാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തൊരു സന്തോഷമാണ്. വസ്തുത അവൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവനെ ആക്കുന്നത്. അല്ല, ആദ്യമേ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവനെ എങ്ങനെയെങ്കിലും എനിക്ക് ഡോക്ടറാക്കി എടുക്കണം. അപ്പം അവനും ആഗ്രഹിക്കുക. അപ്പം ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പിടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം കാരണം പിതാവും യേശുവും കൂടെ റെഡിയായിട്ട് നിൽക്കുക. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? ഞാൻ പറയായിരുന്നു, അവിടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനും അതിനുശേഷം പാപങ്ങളുടെ പാപമോചനത്തിനായിട്ട് മരിച്ചു. അതിനുശേഷം ഈ ലോകത്ത് നമുക്കൊരു ജയകരമായ ജീവിതം തരാൻ തൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ പറ്റും. നമ്മുടെ കൂടെ ഇരുന്ന് സകല സത്യത്തിലും പണി നടത്താൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ നമുക്ക് പറ്റത്തില്ല. അത് ശിഷ്യന്മാരുടെ കർത്താവ് തീർത്തു പറയും. അപ്പോൾ പിതാവും യേശുക്രിസ്തു ഏറ്റവും അധികം ആഗ്രഹിക്കുക നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരാൻ. പിന്നെ എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? അന്വേഷിക്കുന്നില്ല, ചോദിക്കുന്നില്ല, മുട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് നമുക്ക് ഇപ്പോഴും അതിൻ്റെ വില അറിയത്തില്ല, അതിൻ്റെ ആവശ്യകത അറിയത്തില്ല. കാരണം നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ശൂന്യത തോന്നിയിട്ടില്ല. കാരണം എനിക്കെല്ലാം ഉണ്ടല്ലോ. നമ്മുടെ വിചാരം കർത്താവിനെ അറിയുമ്പോൾ ഭൗതികമായ കുറേ നന്മകളാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്നാണ്, അല്ലെങ്കിൽ അളവ് പോലെ. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അളവുകൾ എന്ന് പറയുന്നത് ഭൗതിക നന്മകളാണെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ആത്മീയമായിട്ട് എപ്പോഴും വീഴുക. പരിശുദ്ധാത്മാവിന് തന്നേക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ഉദ്ദേശം, ഞാൻ ഒരു വചനം വായിക്കാം. യൂദാസിൻ്റെ ലേഖനം, ജൂഡ്. യൂദാസ് എന്ന് പറഞ്ഞാൽ കർത്താവ് വീട്ടിൽ യൂദാസ് അല്ലേ, യാക്കോബിൻ്റെ കർത്താവ് യാക്കോബിൻ്റെ ബ്രദർ ജൂഡ്. യൂദാസ് ഒരു അധ്യായം എഴുതിയിട്ടുള്ളൂ. അതിൽ 24. ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് 24. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും. വിശ്വസിക്കുന്നുണ്ടോ? ഈ വീഴാതെന്ന് പറയുമ്പം എവിടെ വീഴാതെ? ഈ ലോകത്തിൻ്റെ മോഹത്തിൽ, ചെളി കുഴിയിൽ, പിശാചിൻ്റെ വഞ്ചനയിൽ, പാപത്തിൽ, പിശാചിൻ്റെ ട്രാപ്പിൽ, പിശാച അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി ചുറ്റിക്കറങ്ങുക. അപ്പോൾ അതിൽ വീഴാതെ നമ്മളെ സൂക്ഷിച്ചു കൊള്ളാനും കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി എന്ന് പറഞ്ഞാൽ നോട്ട് ഈവൻ എ സ്പോട്ട്, വീഴാതെ സൂക്ഷിക്കുക മാത്രമല്ല പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ കളങ്കരഹിതരായി കാരണം തൻ്റെ ആ ക്രൂശുമരണത്തിൻ്റെ വിലയാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഒരു കറ പോലും ഇല്ലാതെ നമ്മളെ കഴിയേക്കുന്നത്, നമ്മളെ നീതീകരിച്ചേക്കുന്നത്. ആ നീതീകരണമൊക്കെ ശരിക്കും പിടികിട്ടണം കേട്ടോ. നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഏകരക്ഷനായ ഏകദൈവത്തിന് സ്തുതി, മഹത്വം, ശക്തിയും ആധിപത്യം സർവ്വകാലത്തിന് മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ വളരെ ഒന്നും ശ്രദ്ധിച്ചോളൂ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്നോ, നമ്മളൊരു ഒരു കെണിയിൽ, പിശാചിൻ്റെ കെണിയിൽ, അല്ലെങ്കിൽ ഒരു ടെംപ്ടേഷനിൽ, അല്ലെങ്കിൽ ഒരു പാപത്തിലോട്ട് വീഴാൻ പോകും, നമുക്കറിയാം എന്ത് സാധ്യതയുണ്ട്. ഈ വചനം ഓർത്തോളം കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടോ, വീഴാതെ തന്നെ സൂക്ഷിക്കാൻ അങ്ങേക്ക് പറ്റുമെന്ന്. വീഴാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല
തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധി നിങ്ങളെ കളങ്കരഹിതരെ സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിന് മെയിൻ ഉദ്ദേശിക്കുക ഈ ലോകത്തിലെ മാലിന്യത്തിൽ പിശാചിൻ്റെ കെണിയിൽ ലോകമോഹങ്ങളിൽ പാപങ്ങളിൽ വീഴാതെ സൂക്ഷിക്കാനും ഒരു കറയോ കളങ്കവും ഇല്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവരായിട്ട് അനുദിനം നമ്മളെ വാശികൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. കുറ്റമറ്റവരായിട്ട് ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവർ. ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറയാം, കുറച്ചുകൂടെ വ്യക്തമാകും. ഈ നമ്മൾ പലപ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കാറില്ല. പല വചനങ്ങളും നമുക്ക് കാണാതറിയാമെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ എപ്പോഴത് ഉപയോഗിക്കേണ്ടത് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ അത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അത് അതിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറില്ല. കാരണം നമ്മൾ പലപ്പോഴും ഹാഫ് ഹാർട്ടഡ്, പകുതി ഹൃദയമാണ് കർത്താവിൻ്റെ അടുത്ത്, ബാക്കി പകുതിയോ നമ്മുടെ സ്വന്തം ശക്തിയിലും ലോകത്തിൻ്റെ സിസ്റ്റത്തിലും ബാക്കി അടുത്ത പ്രശ്നം കർത്താവിനെ